നമസ്കാരം. ഏവർക്കും ഒരിക്കൽ കൂടി കാഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. എല്ലായിടത്തും ഇപ്പോ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണല്ലോ സംസാരം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ചെറിയ പേടിയുണ്ടല്ലേ, എന്റെ ജോലി പോകുമോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പേടിക്ക് കുറച്ചൊക്കെ അടിസ്ഥാനമുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് പുതിയ സാധ്യതകളും തുറന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ്: ഏതൊക്കെ ജോലികളാണ് ശരിക്കും സുരക്ഷിതം, എന്തുകൊണ്ടാണ് അവ സുരക്ഷിതമായിരിക്കുന്നത്, പിന്നെ ഈ പുതിയ AI യുഗത്തിൽ നമുക്കെങ്ങനെ തയ്യാറെടുക്കാം. നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കാം. തീർച്ചയായും. ഈ രേഖകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, AI ഒരുപാട് ജോലികളെ മാറ്റിമറിക്കും, സംശയമില്ല. പക്ഷേ മനുഷ്യന്റെ ചില അടിസ്ഥാന കഴിവുകൾക്ക്, പകരം വയ്ക്കാൻ AIക്ക് കഴിയില്ല. ആ കഴിവുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിലാണ് കാര്യം. ശരി, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ള മേഖലകൾ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് ആരോഗ്യ പരിപാലന രംഗമാണ്. എന്തുകൊണ്ടാണ് ഈ മേഖല ഇത്രയധികം സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നത്? അതിന്റെ കാരണം നമ്മൾ വിചാരിക്കുന്നതിലും കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. ആരോഗ്യരംഗത്ത് വൈകാരികമായ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഒരു ഡോക്ടർ രോഗിയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? അതുമാത്രമല്ല, അതിനപ്പുറം ഒരു രോഗിയുടെ മുഖഭാവത്തിൽ നിന്നും, അവരുടെ സംസാരത്തിലെ ചെറിയ ഇടർച്ചയിൽ നിന്നും, അല്ലെങ്കിൽ അവർ പറയാൻ മടിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവരുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നൊരു കഴിവുണ്ടല്ലോ. ഓ ശരിയാണ്, ഡേറ്റയിലില്ലാത്ത കാര്യങ്ങൾ വായിച്ചെടുക്കുന്നത് പോലെ. അതെ, കൃത്യമായി. രോഗനിർണയത്തിന് AI സഹായിച്ചേക്കാം. ചിലപ്പോ ഒരു മനുഷ്യനേക്കാൾ നന്നായി സ്കാനും എക്സ്റേയും ഒക്കെ വിശകലനം ചെയ്തെന്നും വരും. പക്ഷേ ഒരു രോഗിക്ക് ആശ്വാസം കൊടുക്കാനും അവരുമായി സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു മനുഷ്യന്റെ ഇടപെടൽ തന്നെ വേണം. ആ ഒരു മാനുഷിക സ്പർശം, അതിന് പകരം വയ്ക്കാൻ ഒന്നിനും കഴിയില്ല. അപ്പോ MSW, നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്കൊന്നും ഒരു കുഴപ്പവും വരില്ല എന്നുറപ്പിച്ചു പറയാം, അല്ലേ? ഒരു സംശയവുമില്ല. ഇനി സർഗാത്മക കലകളുടെ കാര്യമോ? എഴുത്തുകാർ, സംഗീതജ്ഞർ, ഡിസൈനർമാർ, AI ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്, സംഗീതം വരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടെ മനുഷ്യന്റെ പ്രസക്തി എന്താണ്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെയാണ് ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം വരുന്നത്. AIക്ക് ഡേറ്റ ഉപയോഗിച്ച് ഒരു പാട്ട് ചിട്ടപ്പെടുത്താനോ ഒരു ചിത്രം വരയ്ക്കാനോ കഴിഞ്ഞേക്കാം. അതെ, വളരെ മനോഹരമായ ചിത്രങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ അനുഭവങ്ങളിൽ നിന്നും വരുന്ന ഒരു വൈകാരികമായ ആഴമുണ്ടല്ലോ, ഒരു തനതായ ശൈലി, ആസ്വാദകരുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ്, അതൊന്നും അനുകരിക്കാൻ പ്രയാസമാണ്. വികാരതീവ്രമായ ഒരു നോവൽ എഴുതാൻ മനുഷ്യന്റെ ഭാവന തന്നെ വേണം. അതുകൊണ്ട് സാഹിത്യം, സംഗീതം, ഡിസൈനിംഗ് പോലുള്ള കോഴ്സുകൾ എന്നും നിലനിൽക്കും. ശരിയാണ്. ഇനി വിദഗ്ധ തൊഴിലുകളുടെ കാര്യമെടുക്കാം. പ്ലംബിംഗ്, വയറിംഗ്, കെട്ടിട നിർമ്മാണം. ഇവിടെയൊന്നും AIക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? അത് കുറച്ചുകൂടി എളുപ്പമുള്ള പണിയല്ലേ? അങ്ങനെയല്ല. അതിന്റെ കാരണം, ഈ ജോലികൾക്ക് ശാരീരികമായ അധ്വാനവും ഒരുപാട് പ്രവൃത്തി പരിചയവും വേണം. പിന്നെ ഓരോ സാഹചര്യവും വ്യത്യസ്തമായിരിക്കും. ഓക്കേ. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രശ്നം പരിഹരിക്കാൻ ആ സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടി വരും. ചുറ്റുപാടുകളുമായി താദാത്മ്യം പ്രാപിക്കാനുള്ള ഈ കഴിവും കൈയെടുക്കവും യന്ത്രവൽക്കരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ, വെൽഡിംഗ്, പെയിന്റിംഗ് തുടങ്ങിയ അടിസ്ഥാന എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് ഇനിയും ആവശ്യക്കാരുണ്ടാകും. ആളുകളുമായി നേരിട്ടിടപെടുന്ന മറ്റു ചില മേഖലകളെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ടല്ലോ. ഹ്യൂമൻ റിസോഴ്സ്, കൗൺസിലിംഗ്, അങ്ങനെയുള്ളവ. അതെ, ഈ ജോലികളുടെയെല്ലാം അടിസ്ഥാനം ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. വൈകാരിക ബുദ്ധി. അതെ, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കൗൺസിലിംഗിലൂടെ ഒരാളുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ് സഹായിക്കാനും സഹാനുഭൂതിയും അനുകമ്പയുമൊക്കെ വേണം. ഈ കഴിവുകൾ AI ഇതുവരെ ശരിക്ക് ആർജിച്ചിട്ടില്ല. അതുകൊണ്ട് MBA, HR, ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ കോഴ്സുകൾക്കൊക്കെ നല്ല ഭാവിയുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും ഇത് സത്യമാണെന്ന് തോന്നുന്നു. ഒരു അധ്യാപകന് AI ഒരു പകരക്കാരനാവില്ല, അല്ലേ? പൂർണ്ണമായി ഒരിക്കലും പകരക്കാരനാവില്ല. കാരണം അധ്യാപനം എന്ന് പറയുന്നത് വെറുതെ അറിവ് പകർന്നുകൊടുക്കൽ മാത്രമല്ലല്ലോ. അല്ല. വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുക, അവരുടെ കഴിവിനനുസരിച്ച് പഠനരീതികൾ മാറ്റുക, വിമർശനാത്മകമായി ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക,
ഇതൊക്കെ ഒരു അധ്യാപകന്റെ പ്രധാന റോളുകളാണ്. AI ഒരു നല്ല പഠന സഹായിയായേക്കാം, ഒരു ടൂൾ. പക്ഷേ ഒരു ഗുരുവിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല. ശരിയാണ്. നീതിശാസ്ത്രം, തത്വശാസ്ത്രം, ചെറുകിട വ്യാപാരം, ഗവേഷണം, ഉയർന്ന തലത്തിലുള്ള മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഇതൊന്നും AI-ക്ക് എളുപ്പത്തിൽ അനുകരിക്കാൻ കഴിയില്ലെന്നും പറയുന്നുണ്ട്. അതെ, കാരണം ഇതിനെല്ലാം വേണ്ടത് സങ്കീർണമായ പ്രശ്നപരിഹാര ശേഷിയും ദീർഘവീക്ഷണവുമാണ്. ശരി. അപ്പോൾ ഒരു വശത്ത് ചില ജോലികൾ സുരക്ഷിതമായിരിക്കുമ്പോൾ തന്നെ AI പുതിയ ഒരുപാട് തൊഴിലവസരങ്ങൾ തുറന്നു തരുന്നുണ്ട്. അതിലൊന്നാണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ട്. എന്താണ് ഈ ജോലി? വളരെ ലളിതമായി പറഞ്ഞാൽ, AI സിസ്റ്റത്തിൽ നിന്ന് നമുക്കാവശ്യമുള്ള ഫലം കൃത്യമായി ലഭിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ, അതായത് പ്രോംപ്റ്റുകൾ, നൽകുന്ന വിദഗ്ധനാണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ. അതായത് AI-യോട് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നയാൾ. ചോദ്യങ്ങൾ ചോദിക്കുക എന്നതിലുപരി AI-യുമായി കൃത്യമായി സംവദിക്കാൻ അറിയുന്നയാളെന്ന് പറയാം. ഒരു പ്രത്യേക ഫലം കിട്ടാൻ എന്തു വാക്കുകൾ ഉപയോഗിക്കണം, ഏതൊക്കെ വാക്കുകൾ ഒഴിവാക്കണം, എങ്ങനെ ഒരു നിർദ്ദേശത്തിലൂടെ AI-യെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിപ്പിക്കാമെന്നൊക്കെ അറിയുന്നവർക്ക് വലിയ അവസരങ്ങളാണ് വരാനിരിക്കുന്നത്. ഓ, ഓക്കെ. അപ്പോ AI ട്രെയിനറോ അതും ഇതുപോലെ എന്തെങ്കിലും ആണോ? AI ട്രെയിനർമാർ AI സിസ്റ്റങ്ങളെ പരിശീലിപ്പിക്കുന്നവരാണ്. ഒരു അധ്യാപകനെ പോലെ. പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു നിർദ്ദേശം ലഭിക്കുമ്പോൾ AI എങ്ങനെ പ്രതികരിക്കണം, എന്തു ഫലം നൽകണമെന്ന് പഠിപ്പിക്കുന്നത് ഇവരാണ്. ഉദാഹരണത്തിന്, ഒരു ചോദ്യത്തിന് AI 2 ഉത്തരം തന്നാൽ അതിലേതാണ് കൂടുതൽ ശരി എന്ന് മനുഷ്യൻ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഈയൊരു പ്രോസസ്സിലൂടെയാണ് AI കൂടുതൽ മെച്ചപ്പെടുന്നത്. കൊള്ളാം. AI ഓഡിറ്റർ, AI എത്തിസിസ്റ്റ് എന്നിങ്ങനെയുള്ള റോളുകളുമുണ്ടല്ലോ. ഇവയുടെ പ്രാധാന്യം എന്താണ്? AI-യുടെ ഉപയോഗം കൂടുമ്പോൾ അതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. AI നൽകുന്ന വിവരങ്ങൾ തെറ്റില്ലാത്തതും നിഷ്പക്ഷവുമാണോ എന്ന് പരിശോധിക്കുന്നതാണ് AI ഓഡിറ്ററുടെ ജോലി. അതായത് AI കള്ളം പറയുന്നുണ്ടോ എന്ന് നോക്കുന്ന ആൾ. ഒരു തരത്തിൽ അതെ. അതുപോലെ AI ധാർമ്മികവും സുരക്ഷിതവുമായാണോ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്തലാണ് AI എത്തിസിസ്റ്റിന്റെ ഉത്തരവാദിത്വം. ഇവയെല്ലാം കൂടാതെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, ഡേറ്റ ഡിറ്റക്റ്റീവ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലും AI വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. ഇത്രയധികം മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള വ്യക്തികൾ എങ്ങനെയാണിതിന് തയ്യാറെടുക്കേണ്ടത്? പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ രേഖകൾ ഒരുപാട് ഊന്നി പറയുന്നുണ്ട്. തീർച്ചയായും. നിലവിലുള്ള കഴിവുകൾ അത് തുടർച്ചയായി നവീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടണം. അതിനെ അപ്സ്കില്ലിംഗ് എന്ന് പറയാമല്ലേ? അതെ, അപ്സ്കില്ലിങ്ങും റീസ്കില്ലിങ്ങും. AI-യെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോൾ ധാരാളം അവസരങ്ങളുണ്ട്. ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, അങ്ങനെ പല വിഷയങ്ങളിലും ഓൺലൈനായും ഓഫ്ലൈനായും കോഴ്സുകൾ ലഭ്യമാണ്. IIT-കളും NIT-കളും പോലുള്ള മികച്ച സ്ഥാപനങ്ങൾ വരെ ഈ രംഗത്ത് കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതായത് AI-യെ ഒരു ഭീഷണിയായി കാണുന്നതിന് പകരം നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി കാണണം. എക്സാക്ട്ലി. കൃത്യമായ അതാണ് പോയിന്റ്. മനുഷ്യന്റെ കഴിവും AI-യുടെ ശേഷിയും ഒരുമിച്ച് പ്രയോജനപ്പെടുത്തണം. ഒരു സഹപ്രവർത്തകനെ പോലെ. അതെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാലഹരണപ്പെട്ട കോഴ്സുകൾക്ക് പകരം AI-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തണം. ഇത് വിദ്യാർത്ഥികളെ ഭാവിക്ക് വേണ്ടി തയ്യാറാക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. നിർമ്മിത ബുദ്ധി തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെങ്കിലും മനുഷ്യന്റെ സർഗാത്മകത, വൈകാരികമായ ഇടപെടൽ, സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, അതെ, ആ കഴിവുകൾക്ക് എപ്പോഴും പ്രസക്തിയുണ്ടാകും. തീർച്ചയായും. നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് വിളിക്കുന്ന കഴിവുകൾക്കാണ് ഇനി പ്രാധാന്യം കൂടാൻ പോകുന്നത്. പിന്നെ AI-യെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് പഠിക്കുന്നതും പ്രധാനമാണ്. ഇതൊരു പ്രതിസന്ധിയല്ല, മറിച്ച് പുതിയ സാധ്യതകളിലേക്കുള്ള ഒരു വാതിലാണ്. ഈ രേഖയുടെ അവസാനം പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായി തോന്നി. കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് മാറുന്നത്. ഇന്നത്തെ സാധ്യതകൾ നാളെ പ്രസക്തമല്ലാതായി മാറിയേക്കാം. ശരിയാണ്. അതുകൊണ്ട് നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിക്കാനും അപ്ഡേറ്റ് ചെയ്യാനുമുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്നത് ഒരുപക്ഷേ ഭാവിയിലെ ഏറ്റവും വലിയ യോഗ്യതയായിരിക്കാം. നിങ്ങൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കൂ. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്
നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് നിങ്ങൾ നേടിയ അറിവാണോ അതോ പുതിയ അറിവ് നേടാനുള്ള നിങ്ങളുടെ കഴിവാണോ?